നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ PSയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇനി വരുന്ന 10th പ്രിലിമിനറി എക്സാംസിന് വേണ്ടിയിട്ട് 30 ദിവസത്തെ PYQ ചലഞ്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവസം ഒരു 40 ചോദ്യം എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. വെറും 20 മിനിറ്റ് ആണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത്. ആ 20 മിനിറ്റ് നിങ്ങൾ അത്രയും ആത്മാർത്ഥതയോടെ പഠിച്ച് മുഴുവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് എക്സ്ട്രാ ഫാക്ട്സ് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതുകൂടി എഴുതി വെച്ച് പഠിച്ചു പോവുക. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 135/2025 അറ്റൻഡർ പോസ്റ്റിലോട്ട് നടത്തിയ എക്സാം ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലെ 40 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. ബാക്കി 40 ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത്? താഴെ പറയുന്നതിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏത്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്, ചെമ്മീനാണ്. ചെമ്മീനാണ് മത്സ്യ ഇനത്തിൽ പെടാത്തത്. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം? ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ചൈനയാണ്. ചൈനയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. മൂന്നാമത്തെ ചോദ്യം, ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം എന്താണ്? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേരെന്താണ്? എന്താണ് പേര്? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിസരണമാണ്. വിസരണമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം. വിസരണം എന്താണ്? സൂര്യപ്രകാശം ഭൗമ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളിലും പൊടി പടലത്തിലൊക്കെ തട്ടിയിട്ട് പ്രകാശത്തിന് ദിശമാറ്റം സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ വിസരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറങ്ങളുണ്ടല്ലോ, മഴവില്ലിലെ തരംഗദൈർഘ്യം കുറഞ്ഞ നിറങ്ങളായ നീലയും വയലറ്റിനൊക്കെയാണ് വിസരണം കൂടുതൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആകാശത്തിന് നീല നിറത്തിൽ കാണപ്പെടാൻ കാര്യം. ഇനി അടുത്ത ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായവ ഏതെല്ലാം? 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, 1, 2, 4. അതായത് അർജന്റീന 3ാമതും കപ്പ് നേടി. രണ്ടാമത്തെ എന്താണ്? പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. 4, കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. അപ്പോൾ ഇത് മൂന്നുമാണ് ആ ഒരു 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി? കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ സി ആണ്, അനേർട്ട്. അനേർട്ട് ആണ് കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. സൗരോർജം, കാറ്റ് തുടങ്ങിയ പാരമ്പര്യേതര ഊർജ മേഖലകളുടെ വികസനത്തിനും ഗവേഷണത്തിനും നേതൃത്വം നൽകുന്ന ഏജൻസിയാണ് എന്ത്? അനേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അടുത്തത്, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ഓപ്ഷൻ എ ആണ്, വില്ലോ മരം. വില്ലോ മരത്തിന്റെ തടികൾ കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്. അടുത്തത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി എല്ലാവർക്കും അറിയാലോ. ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? അതെ, ഓപ്ഷൻ ബി ആണ്, കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ഇനി ഓപ്ഷൻ എയിലെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നൊരാളെ കണ്ടോ? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അപ്പോൾ കേരള ഗാന്ധി ആരാണ്? കെ കേളപ്പൻ. അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇനി സഹോദരൻ അയ്യപ്പനെ കുറിച്ച് ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്താ മനസ്സിലായിരുന്നത്? മിശ്ര ഭോജനം നടത്തിയത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സഹോദരൻ അയ്യപ്പൻ എന്താണ്? മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. അടുത്തത്, ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നമ്മുടെ കേരളത്തിലാണ് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 1967 അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന PK കുഞ്ഞി സാഹിബിന്റെ ആശയപ്രകാരമാണ് ലോട്ടറി ആരംഭിച്ചത്. 1967. അതൊന്നും ഡേറ്റ് ഒന്നും ഓർത്തിരിക്കേണ്ട, എന്നാലും
ലോട്ടറി ആദ്യമായിട്ട് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണെന്ന് ഓർത്തു വെച്ചു. അടുത്ത ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാ ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, ചൗരി ചൗര സമരം, നിസ്സഹകരണ പ്രസ്ഥാനം. ഇങ്ങനെ 4 ഓപ്ഷൻസ്, 4 സമരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കാലഗണന ക്രമത്തിൽ പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിൽ PSCയുടെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ഡി ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ വർഷങ്ങളൊന്ന് നോക്കിയാലോ. ഇതിൽ ഏറ്റവും ആദ്യം നടക്കാൻ സാധ്യതയുള്ള എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലെ. 1917 ഗാന്ധിജിയുടെ ആദ്യകാല സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. പിന്നെ നടന്നത് നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരം നടന്നത് 1920 ഇനി അത് കഴിഞ്ഞ് നടന്നതാണ് ചൗരി ചൗര സമരം. അത് 1922 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചൗരി ചൗര സംഭവം കാരണമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പൂർണ്ണമായിട്ടും നിർത്തിയതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ കാര്യം 1922 ചൗരി ചൗര സമരമാണ്. ലാസ്റ്റ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ ആദ്യം വരേണ്ടത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യം വരേണ്ടത്. പിന്നെ വരേണ്ടത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് ചൗരി ചൗര സമരം വേണം. നാലാമത് ക്വിറ്റ് ഇന്ത്യ സമരം വേണം. PSCയുടെ ആൻസർ കീ അനുസരിച്ചിട്ട് ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം, രണ്ടാമത് ചൗരി ചൗര സമരം, മൂന്നാമതാണ് നിസ്സഹകരണ സമരം വരുന്നത്, നാലാമത് ക്വിറ്റ് ഇന്ത്യ സമരം. അതായത് രണ്ടും നടുക്കുള്ള 2 കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് PSC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ PSCയുടെ ആൻസർ കീ നോക്കണ്ട, വർഷം മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതാണ് ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം, പിന്നീട് നിസ്സഹകരണ സമരം, പിന്നെ ചൗരി ചൗര സമരം, പിന്നെ ക്വിറ്റ് ഇന്ത്യ. അതിന്റെ വർഷങ്ങളൊന്ന് ഓർത്ത് വെച്ച് വെക്കുക. അടുത്തത്, ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? ഈ താഴെ തന്നിരിക്കുന്നതിലെ 4 രോഗങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ വൈറസ് രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മഞ്ഞപ്പിത്തമാണ് വൈറസ് രോഗം. ബാക്കി 3 ബാക്ടീരിയ രോഗങ്ങളാണ് കേട്ടോ. ബാക്കി കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഇത് 3 ബാക്ടീരിയ രോഗങ്ങളാണ്. മഞ്ഞപ്പിത്തമാണ് ഒരു വൈറസ് രോഗം. അടുത്തത്, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗോവയാണ്. ഗോവയാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. 12ാമത്തെ ചോദ്യം, ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ചുരങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും എന്തിനൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ബാരാലാച്ചാല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ആണ്, ഹിമാചൽ പ്രദേശിലാണ് ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബാരാലാച്ചാല ചുരം. കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ ലാഹൂൽ ജില്ലയെ ലഡാക്കിലെ ലേ എന്ന് പറയുന്ന ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബാരാലാച്ചാല ചുരം. ഓക്കെ. അടുത്തത്, ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആണ്, മേഘാലയയിലാണ് ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒക്കെ വർഷങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഏത് വർഷത്തിലാണ്? 1931. ഓപ്ഷൻ സി ആണ്, 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ബാക്കി ഓപ്ഷൻസിലുള്ള 3 പേര് ആരൊക്കെയായിരുന്നു നോക്കിയാലോ. ആദ്യം അബ്ദുൽ കലാം ആസാദ് അല്ലെ. അബ്ദുൽ കലാം ആസാദ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അബ്ദുൽ കലാം ആസാദ്. ഇനി ബൽദേവ് സിംഗ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു ബൽദേവ് സിംഗ്. അപ്പോൾ അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ബൽദേവ് സിംഗ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി. ഇനി അടുത്തത് ഓപ്ഷൻ ബിയിലുള്ളത് ബീറാം റാംജി അംബേദ്കർ. BR അംബേദ്കർ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു BR അംബേദ്കർ. അടുത്തത്, മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു?
ഓപ്ഷൻ എ ആണ് യങ് ഇന്ത്യ. യങ് ഇന്ത്യയാണ് 1931 ഗാന്ധിജി ആരംഭിച്ച മാസികയുടെ പേര്. ഇനി ദി ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച പത്രമാണ് ദി ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ദി ഒപ്പീനിയൻ. ഇനി ബംഗാൾ ഗസറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച പത്രം, ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിലുള്ള സമത്വം പറയുന്നത് ആർട്ടിക്കിൾ 14ലാണ്. അപ്പൊ ബാക്കി ആർട്ടിക്കിൾസ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ആർട്ടിക്കിൾ 19 എന്താണ്? നമ്മളുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19ലാണ്. ആർട്ടിക്കിൾ 5 പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. അതായത് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരത്വത്തെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ആർട്ടിക്കിൾ 3 എന്താണെന്നറിയോ? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും അതിർത്തി നിയന്ത്രണം എന്നിവയായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഓപ്ഷൻ ബി ആണ് 1804. 1804. 19ാം ചോദ്യം, കർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് കേരളമാണ്. കേരളത്തിലാണ് കർഡമം കുന്ന് അഥവാ ഏലമലകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ആണ് സിക്കിമിലാണ് നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്. സിക്കിം സംസ്ഥാനത്തെ ചൈനയിലെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം, അല്ലെ? സിക്കിം സംസ്ഥാനത്തെ ചൈനയിലെ ടിബറ്റുമായിട്ടാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത്. 21ാമത്തെ ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആരാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ശ്രീനാരായണ ഗുരുവാണ്. ആലുവയില് 1924 ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. അവിടെയാണ് എഴുതി വെച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. വർഷം ഏതാണ്? 1924. എവിടെയായിരുന്നു? ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ, അല്ലെ? അടുത്തത്, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആര്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇതിനോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരെന്നാണ് ചോദ്യം. ആരാണ് സവർണ ജാഥ നടത്തിയത്? ഓപ്ഷൻ ബി ആണല്ലേ, മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത്. അദ്ദേഹം എവിടെ നിന്നാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് 500 പേരുൾപ്പെട്ട സവർണ ജാഥ നടത്തിച്ചത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പോയിന്റ് എന്താണ്? NSSന്റെ സ്ഥാപകൻ, അല്ലെ? NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ഇനി ഓപ്ഷനില് AK ഗോപാലനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. AK ഗോപാലൻ ആരാണ്? പട്ടിണി ജാഥ നടത്തിയത് AK ഗോപാലനാണ്. അതും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. AK ഗോപാലൻ പട്ടിണി ജാഥ നടത്തിയത് AK ഗോപാലനാണ്. 23ാമത്തെ ചോദ്യം, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് കെയിംബുൾ ലംജാവോ. എന്താണ്? കെയിംബുൾ ലംജാവോ ആണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം. ചോദ്യം ക്ലിയർ ആയല്ലോ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്നും ഈ ചോദ്യത്തിലുണ്ട്. ഏതാണ് തടാകം? ലോക്തക്കാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അവിടെ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനമാണ് കെയിംബുൾ ലംജാവോ.
അടുത്തത് ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദക്ഷിണേന്ത്യയില് പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ദ്രാവിഡ ശൈലി. എന്താണ്? ദ്രാവിഡ ശൈലി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതില് ഉത്തരം ഞാൻ പറയാം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് സംയോജ സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപം കൊള്ളുന്നതാണ് മടക്ക് പർവ്വതങ്ങൾ. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണം ഫലകങ്ങളുടെ സംയോജക അതിർത്തികളിലെ പ്രവർത്തനങ്ങളാണ്. സംയോജക സീമകളിലെ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ടാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. അടുത്തത്, തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത. നൊബേൽ സമ്മാനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയേക്കണം. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം, എന്തിനുള്ളതാണ്? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് വനിത? ഓപ്ഷൻ ബി ആണ് ക്ലോഡിയ ഗോൾഡിൻ. ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. ഓപ്ഷൻ ബി ആണ് ക്ലോഡിയ ഗോൾഡിൻ. നമ്മൾ ഈ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ PSCയുടെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം PSC റിപ്പീറ്റ് ആയിട്ട് ഏതൊരു ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പോലും കറണ്ട് അഫയേഴ്സിൽ നൊബേൽ സമ്മാനം ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു 5 ക്വസ്റ്റ്യൻ, ഏറ്റവും കുറഞ്ഞത് 5 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് PSC ചോദിക്കുന്നത് എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം, ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി ആണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഓപ്ഷനിൽ ഡക്കാൻ പീഠഭൂമിയുണ്ട്. ഡക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് അല്ലെ. ഡക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. കറുത്ത മണ്ണ്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. അടുത്തത്, ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ബൃഹദീശ്വര ക്ഷേത്രം. ബൃഹദീശ്വര ക്ഷേത്രമാണ് തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം. അടുത്തത് 29ാമത്തെ ചോദ്യമാണ്. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1898 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1898 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് കുടുംബശ്രീ ആണ്. കുടുംബശ്രീയാണ് 1898 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. 30ാമത്തെ ചോദ്യം, 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആരാണ്? 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആരാണ്? ഓപ്ഷൻ സി ആണ് സുഗതകുമാരി അല്ലെ. സുഗതകുമാരിയാണ് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി. ഇപ്പൊ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ് അല്ലെ. നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ്. കറണ്ട് അഫെയർ ആണ്, അപ്ഡേറ്റ് ചെയ്തോളണം.
31ാമത്തെ ചോദ്യം, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഏത് വകുപ്പ് പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പ്രഖ്യാപിക്കുന്നത്? ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 226. അനുച്ഛേദം 226 പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതികൾ ഏത് വകുപ്പ് പ്രകാരമാണ് റിട്ട് പ്രഖ്യാപിക്കുന്നത്? ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? വീണ്ടും ആ ചോദ്യം റിപ്പീറ്റ് ചെയ്തല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിള് 14. ആർട്ടിക്കിള് 14. 33ാമത്തെ ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ സി ആണ് മാൻഡമസ്. മാൻഡമസ് ആണ് സർക്കാർ ഉദ്യോഗസ്ഥനോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. അടുത്തത് 34ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യയില് മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ശുപാർശ ചെയ്തായിരുന്നു. ആ കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ് കമ്മിറ്റിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ എന്ന ആശയം എവിടെ ചേർത്തത്? ഭാഗം 4A കൂട്ടിച്ചേർത്തത്. ഭാഗം 4A. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് 51A. 51Aയിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 36ാമത്തെ ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ആണ് ഡിസംബർ 10. ഡിസംബർ. 37ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരെന്നാണ് ചോദ്യം. അത് അന്ന് 2025 ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. അന്നത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരായിരുന്നോ? ഓപ്ഷൻ ഡി ആണ് ശ്രീമതി വിജയ ഭാരതി സയാനി. വിജയ ഭാരതി സയാനി ആയിരുന്നു അന്നത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ. പക്ഷെ ഇപ്പൊ നിലവിലെ നമ്മളുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ചെയർപേഴ്സൺ. ആക്ടിംഗ് ചെയർപേഴ്സൺ അല്ല, നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ചെയർപേഴ്സന്റെ അഭാവത്തിലായിരുന്നു ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ ഉണ്ടാകുന്നത് അല്ലേ. നിലവിൽ ഇപ്പോൾ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, അദ്ദേഹമാണ് വി രാമസുബ്രഹ്മണ്യൻ. അടുത്തത്, ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്നാണ്? എന്നാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22. 1947 ജൂലൈ 22-നാണ് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത്. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഓപ്ഷൻ ഡി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. 40ാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര്? രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് വിശ്വഭാരതി. വിശ്വഭാരതിയാണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ 40 ചോദ്യങ്ങൾ. ബാക്കി ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 40 ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചത്, ഇത് മാത്രമല്ല നിങ്ങൾ ഇതിൻ്റെ കൂടെ ബാക്കി മാത്സ് ആണെങ്കിലും ബാക്കി സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും നിങ്ങൾ പഠിക്കണം. ആ ഒരു പഠനത്തിൻ്റെ കൂടെ ഡെയിലി ഒരു 20 മിനിറ്റ് ഈ ഒരു 40 ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കണം. അതാണ് എനിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനായിട്ടുള്ളത്. അപ്പോൾ ഡെയിലി ഒരു 20 മിനിറ്റ് ഈ 40 ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു മാസം കൊണ്ട് 1000-ലേറെ മുൻവർഷ ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടു പോകുന്നത്. നിങ്ങൾക്കത് എക്സാമിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിർബന്ധമായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ വരുമെന്ന് പറയാൻ പറ്റില്ല, വരും, സാധ്യതയുണ്ട്. നമുക്കൊന്നും നമ്മൾ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. PSC ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നും ചോദിച്ചില്ലെന്നും വരാം. പക്ഷെ ഒന്നും നമ്മുടെ കയ്യിലല്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പഠിക്കുക എന്ന് മാത്രമാണ്. നമ്മൾ കഴിഞ്ഞൊരു ഡിഗ്രി പ്രിലിംസിന് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചോദ്യം പോലും ഉണ്ടാവാഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ PSC അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് ഒരു 40 ചോദ്യം പഠിക്കുന്നത് നല്ല കാര്യമല്ലേ?
ഡെയിലി ആകുമ്പോഴേക്കും അങ്ങനെ 30 ദിവസം ആകുമ്പോഴേക്കും 1000-ന് മേളിൽ ചോദ്യങ്ങളാവും. ഉറപ്പല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി അടുത്ത ദിവസം വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക്